തിരുവനന്തപുരം തിരുവല്ലത്ത് യുവതി ആത്മഹത്യ ചെയ്ത നിലയിൽ വണ്ടിത്തടം സ്വദേശി ഷഹനയാണ് മരിച്ചത്. ഭർത്താവ് നൌഫലുമായി പിണങ്ങി 2 മാസമായി വണ്ടിത്തടത്തെ വീട്ടിൽ താമസിക്കുകയായിരുന്നു. ഭർത്തൃമാതാവ് ഷഹനയെ സ്ഥിരമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. കല്യാണം കഴിഞ്ഞ് 8ാം മാസം തൊട്ട് മർദ്ദിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം, നിങ്ങൾ ഒഴിഞ്ഞു പോയാൽ മതി എന്ന് വെച്ചാൽ ഞങ്ങളൊരു ആവറേജ് കുടുംബമാണ്, അവർക്ക് ഇത്തിരി പൈസ ഉണ്ട്, അതിൻ്റെ ഒരു ഇതാണ് അവർ പറയുന്നത്. എന്ത് വേണോ തരാം, നിങ്ങൾ ഒഴിഞ്ഞു പോകുന്നു അപ്പോഴേ പറയുന്നത്. പക്ഷെ നമ്മൾ അപ്പോൾ കൊച്ചിന് 8 മാസം ഗർഭിണി ആയതുകൊണ്ടാണ് നമ്മൾ അത് വേണ്ടെന്ന് വെച്ചത്. എന്നാൽ അപ്പോഴേ അത് ചെയ്തിരുന്നെങ്കിൽ മോളെ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു തിരിച്ച്. ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. അവൾ പാവപ്പെട്ട വീട്ടിൽ നിന്ന് കുപ്പത്തൊട്ടിയിൽ നിന്ന് വന്നത് കുപ്പത്തൊട്ടി കിടക്കാനുള്ളതിന് കുപ്പത്തൊട്ടി കൊണ്ടുവരണം. എന്തിന്? ഹോട്ടലിൽ നിന്ന് വെച്ച് കണ്ടിഷ്ടപ്പെട്ട് വിളിച്ചുകൊണ്ട് പോയതാണ്. അടുക്കളയിൽ വെച്ച് ഒരു കത്തിയെടുത്ത് എറിഞ്ഞ് കൊച്ചിങ്ങനെ മാറിയതുകൊണ്ട് കൊണ്ടില്ല, തലമുടിയൊക്കെ കുത്തിപ്പിടിച്ച് ചുറ്റി തറയിലിട്ടിട്ട് കടിച്ച് കാലിൽ. അവരാ വീട്ടിൽ ഒരാവശ്യം വരുമ്പോൾ എല്ലാവരും ചോദിക്കുമല്ലോ കൊച്ച് എവിടെയാണെന്ന്. അതുകൊണ്ടാണ് അവൻ വന്ന് എന്നിട്ട് പറഞ്ഞ അരമണിക്കൂർ സമയത്ത് അരമണിക്കൂർ കൊണ്ട് അവൾ ഇത് ചെയ്തു. തിരുവല്ലം പോലീസ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി അഖിൽഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അഖിൽഷാ, മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സാമ്പത്തിക അന്തരം ഇരു കുടുംബങ്ങളും തമ്മിലുണ്ടായിരുന്നു. ഇത് തന്നെയാണോ തർക്കത്തിന്റെ അടിത്തറ? എന്തൊക്കെ വിശദാംശങ്ങളാണ്? പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ടോ? സുഹേൽ, തിരുവനന്തപുരം തിരുവല്ലത്ത് ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഇത്തരമൊരു സംഭവം നടക്കുന്നത്. ഈ ഷഹന എന്ന് പറയുന്ന പെൺകുട്ടി, 22 വയസ്സാണ്. നമ്മൾ ഈ ബന്ധുക്കൾ നമ്മളോട് സംസാരിച്ചതുപോലെ തന്നെ ഈ നിരന്തരമായി ഭർത്താവിൻ്റെ പേര് നൌഫൽ എന്നാണ്. ഈ നൌഫലിൻ്റെ മാതാവ് സ്ഥിരമായി മർദ്ദിക്കുന്നുണ്ടായിരുന്നു. വലിയ പീഡനം ഈ പെൺകുട്ടി സഹിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രശ്നം. കല്യാണത്തിന് ശേഷം 8 മാസം കഴിഞ്ഞാൽ ഉടൻ തന്നെ വലിയ രീതിയിലുള്ള പീഡനം ഈ പെൺകുട്ടിക്ക് നേരെ ഉണ്ടായിരുന്നു. ഈ ഭർത്താവും ഈ അമ്മയ്ക്കൊപ്പം നിന്ന് ഈ ഷഹനയെ പല രീതിയിൽ ആക്ഷേപിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവുമാണ് ബന്ധുക്കൾ ഏറ്റവും പ്രധാനമായും വ്യക്തമാക്കുന്നത്. ഈ 2 മാസമായി ഭർത്താവ് നൌഫലുമായി പിണങ്ങി തിരുവല്ലത്തെ സ്വന്തം വീട്ടിലാണ് ഷഹന ഉണ്ടായിരുന്നത്. ഷഹനയോടൊപ്പം 1.5 വയസ്സുള്ള ഇവരുടെ കുഞ്ഞുമുണ്ടായിരുന്നു. ഇന്ന് ഈ നൌഫൽ വീട്ടിലെത്തുകയും ഈ 1.5 വയസ്സുള്ള കുഞ്ഞിനെ ഈ നൌഫലിന്റെ വീട്ടിൽ നാളെ നടക്കുന്ന ഒരു പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോയി ഈ ഷഹനയും വിളിച്ചു. അരമണിക്കൂറിനകം വന്നില്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കുമെന്നുള്ള ഭീഷണിയും മുഴക്കിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ ബന്ധുക്കളും പറയുന്നത്. ഇതിന് പിന്നാലെയാണ് ഷഹന ആത്മഹത്യയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിലാണ് മൃതദേഹമുള്ളത്. നാളെ രാവിലെ 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാകും ബന്ധുക്കൾക്ക് വിട്ടു കൊടുക്കുക. എന്തായാലും ഈ തിരുവല്ലം പോലീസ് സംഭവത്തിൽ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരി, അഖിൽഷാ അൻസാറാണ് വാർത്താ വിശദാംശങ്ങൾ.